മോട്ടോ പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു താറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പം ഫ്രണ്ട് വശത്തോട്ട് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് ലൈറ്റ് കാര്യങ്ങൾ, ബമ്പർ, അങ്ങനെ ഒത്തിരി സാധനങ്ങളാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളൊരു മൈനസ് ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പവർഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ 7 സ്ലോട്ട് റൂബിക്കോൺ ഗ്രില്ല് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ബമ്പർ എം വിത്ത് പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ്. ഇൻബിൽറ്റ് LED വരുന്ന 1 ഇയർ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് നേരിൽ കാണുമ്പോൾ ഇതൊക്കെ തന്നെയാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ടോപ്പിലൊരു ഐറ്റം വെച്ചിട്ടുണ്ട്. ഇത് ഫങ്ഷണൽ സ്നോർക്കലാണ് കേട്ടോ. ഫങ്ഷണൽ സ്നോർക്കലാണ്. ഇത് ഫൈബറിലാണ്, ABS-ലൊന്നും ഇറങ്ങിയിട്ടില്ല. ബിംബ്രയുടെ ഒരു പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഒരു റൂഫ് കാരിയർ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലൊരു റൂഫ് കാരിയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹമ്മർ ലൈറ്റ്, ഇത് നൈറ്റിൽ ഭയങ്കര ലുക്കാണ്, അപാര ലുക്കാണ്. ഇപ്പോൾ ഈ ഒരു ചെറിയ വെട്ടം കാണുന്നെങ്കിലും നൈറ്റിൽ നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് നമുക്ക് തരുന്നത്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഡോർ ഹിഞ്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പാടാണ്. ഷോറൂമിൽ പോലും ഈ ഒരു ഐറ്റം ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നില്ല. കാര്യം ഈ നെറ്റൊക്കെ ഭയങ്കര ടൈറ്റാണ്, അതുകൊണ്ട് തട്ടി ഇളകാനേ പറ്റുള്ളൂ. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് റോക്ക് സ്ലൈഡർ ഫുഡ് സ്റ്റെപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റൽ ഫുഡ് സ്റ്റെപ്പാണ്. നമുക്ക് ഈ ഫുഡ് സ്റ്റെപ്പിൻ്റെ അതേ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ പുറകിലോട്ട് പോകുമ്പോൾ ഒരു റിയർ ടോ ഹുക്ക് നമ്മളിതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നല്ല റിയർ ടോ ഹുക്കാണ്. പിന്നെ ബമ്പർ LED, റിഫ്ലക്ടർ LED ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 3 ഫംഗ്ഷൻ വരുന്നതാണ്. പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റേഴ്സ്, ഇങ്ങനെ 3 ഫംഗ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സീക്വൻഷ്യലാണ്. പിന്നെ നമുക്ക് നേരെ ഇൻറ്റീരിയറിലോട്ട് പോവാം. ഇൻറ്റീരിയറിൽ കുറേ പെയിൻറ്റിങ് വർക്ക്. പിന്നെ ഡെഡ് പെഡൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യൂപോക്സിൻ്റെ 4D മാറ്റ്, ഇത് ലൈഫ് ടൈം വാറൻറ്റിയുള്ള അത്യാവശ്യം കിട്ടില്ല, നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. ക്യൂപ്പോയുടെ മാറ്റ് വരുന്നത്. ഇത് റിയറിൽ ഇങ്ങനെ വരും, വിത്ത് ഡിക്കി സഹിതമാണ് കേട്ടോ വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് അത് കാണിച്ചിട്ട് വരാം. ഇത് ഡിക്കി അടക്കമാണ് ഈ ഒരു മാറ്റ് നമുക്ക് വരുന്നത്. ഇതുപോലെ പ്രോപ്പർ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിക്കി അടക്കം തന്നെയാണ് ഈ ഒരു മാറ്റ് വരുന്നത്. അതുപോലെ തന്നെ റിയറിൽ നല്ല ലുക്കാണ് വരുന്നത് കേട്ടോ. ഈ റോ കാണാം, ഇതെല്ലാം പെർഫെക്റ്റ് ഫിറ്റാണ്. പിന്നെ പുറകിലോട്ട് വരുവാണെങ്കിൽ ഓക്കെ, നമുക്ക് കറക്റ്റ് ഫിറ്റാണ്. പിന്നെ എന്ത് റഫ് യൂസ് ആണെങ്കിലും ഇത് വാഷബിളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ റിയറിൽ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നാപ്പയുടെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ആംറസ്റ്റ് വിത്ത് USB ചാർജറാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട് ആംറസ്റ്റ്, പിന്നെ സീറ്റ് കവർ, പിന്നെ നമുക്ക് ഇതുപോലെ പിടിച്ച് കയറാനായിട്ട് ഒരു ഗ്രാബ് ഹാൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഗ്രാബ് ഹാൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അപ്പുറത്തോട്ട് പോകാം കേട്ടോ. വണ്ടി ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതിനകത്തൊരു ഫ്രണ്ട് റിയർ റെക്കോർഡിങ് ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ റാപ്പിഡാണ്, ലെതർ റാപ്പിഡാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗിയർ ബൂട്ട് ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ DVR വരുന്നത്. മാക്സ്ലിങ്ങിൻ്റെ ബ്രാൻഡാണ് ഇത്. ഫ്രണ്ട് റിയർ റെക്കോർഡിംഗ് ആണ്. നല്ല വ്യൂ ആണ് ഇടുന്നത്. ഇപ്പോൾ ഷെയ്ഡ് അടിക്കുന്നതുകൊണ്ടാണ്. ഇതുപോലെ ഡ്യുവലായിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട് മാത്രമായിട്ട് എടുക്കാം. ഇത് അങ്ങനെ 3 ഫംഗ്ഷനാണ് വരുന്നത്. ഇത് പക്ക റിയർ വ്യൂ ക്യാമറ ആയിട്ട് തന്നെ, റിയർ വ്യൂ മിററായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കാര്യം ഫുൾ ടൈം ഈ ഒരു വ്യൂ തന്നെ കിട്ടും. പിന്നെ സ്റ്റീരിയോയിൽ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളും വരുത്തിയിട്ടില്ല. നമ്മൾ ഇത്രയും സ്ഥലം പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെതർ ഇത് ഇരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി സ്റ്റിയറിങ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ആംറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ, റിയർ ആംറസ്റ്റ്, ഗിയർ ബൂട്ട്, ഗിയർ നോബ്,
പിന്നെ ലെഗ് പാഡിങ്ങും സെയിം സീറ്റ് കവർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീറ്റ് കവറിൻ്റെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, സോറി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാ മൊത്തത്തിൽ വണ്ടി ഒന്ന് ഓടിച്ചു കണ്ടു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ചെറിയൊരു പെയിൻറ്റിങ്ങിന് കറക്ഷനും കാര്യങ്ങളും വരുത്തുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ അർജൻറ്റായിട്ട് ബാംഗ്ലൂർ പോകുന്നത് കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ബാക്കി ഈ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണും, നിങ്ങൾക്ക് കയറി നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് പറയുക. അതിൻ്റെ ഫുൾ എത്ര പ്രോഡക്റ്റ് അവൈലബിൾ ആണോ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ ഫോട്ടോസ് ഇത് അയച്ചു തരുന്നതായിരിക്കും. കാര്യം ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ആംബ്രസ്റ്റ് വരുമ്പോൾ നമുക്ക് 4 ഡിസൈൻ വരുന്നുണ്ട്, ഫ്രണ്ട് ഗ്രില്ല് വരുമ്പോൾ അതുപോലെ 4 ഡിസൈൻ വരുന്നുണ്ട്, ഹെഡ് ലാമ്പ് ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ ഓരോ പ്രോഡക്റ്റ് എടുത്താലും അതിന് പല ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ ബ്രാൻഡൊക്കെ വ്യത്യാസം വരുന്നത്. ഇത് തന്നെ മാക്സ്ലിങ്ങിൻ്റെ ഇൻബിൽറ്റ് LED വരുന്ന പ്രൊജക്ടറാണ് കേട്ടോ. പ്രൊജക്ടർ ഇത് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ബ്രാൻഡ് വേറെയും വരുന്നുണ്ട്, വാറൻറ്റി ഇല്ലാത്തതും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു.